ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനുള്ള ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി ഹൈക്കോടതി. ഗതാഗത കമ്മീഷണറുടെ സർക്കുലർ കോടതി ശരിവച്ചു. ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയ സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. നിയമവിരുദ്ധമായ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ചട്ടമോ കേന്ദ്ര സർക്കാരിന്റെ ചട്ടമോ നിബന്ധനകളെക്കുറിച്ച് നിർവചിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഉത്തരവ് നിലനിൽക്കുന്നതല്ല എന്നാണ് ഹർജിക്കാരായ ഡ്രൈവിംഗ് പരിശീലകരുടെ വാദം. ഈ സാഹചര്യത്തിൽ രേഖകൾ വിളിച്ചുവരുത്തി ഹൈക്കോടതി പരിശോധിക്കണം. മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച സർക്കാരിന്റെ ചട്ടങ്ങൾ റദ്ദാക്കണം എന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ഉണ്ടായത്. ഇന്നലെ പലയിടങ്ങളിലും സമരം കടുത്തതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധത്തിനെതിരെ മന്ത്രി KB ഗണേഷ്കുമാർ നടത്തിയ പ്രസ്താവന വിവാദമായിരിക്കുകയാണ്. ഒരു മാഫിയുണ്ട്, ആ മാഫിയാണ് ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്നത്. അത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. ഇത്തരം മാഫിയകളെ ഒന്നും ഗവൺമെന്റ് അംഗീകരിക്കത്തില്ല. മലപ്പുറത്ത് ഇതിന്റെ ഒരു മാഫിയ നടക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ ആരും മനസ്സിലാക്കണം, ഒരു ദിവസം 126 ലൈസൻസ് കൊടുത്തിരിക്കുന്നു. ഇത് അഴിമതിയാണ് ഇതിനകത്ത് നടക്കുന്നത്. 126 ലൈസൻസ് കൊടുത്ത അതേ ഉദ്യോഗസ്ഥൻ അതേ സമയം ഏതാണ്ട് 10-30 വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടൊരു മന്ത്രി കയ്യും കെട്ടിയിരുന്നാൽ അയാളെ എന്ത് പറയണം? അത് എനിക്ക് പറ്റില്ല. ഞാനത് എന്റെ വ്യക്തിപരമായ കാര്യമല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവണം. മലപ്പുറത്ത് ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇത്തരം പ്രതിഷേധത്തിന് പിന്നിലെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതിനെതിരെ CITU തന്നെ രംഗത്ത് വന്നിരുന്നു. മന്ത്രി പ്രസ്താവന തിരുത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാമും ആവശ്യപ്പെട്ടു.